ജസ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ, ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ ഈ കോട്ടിങ് കളയാതെ കെയർ ചെയ്ത് എങ്ങനെയാണ് ഇത് ദീർഘനാൾ ഉപയോഗിക്കാമെന്നാണ് നോക്കുന്നത്. ഇതിൻ്റെ കോട്ടിങ് പോയി നമ്മൾ ഉപയോഗിച്ചാൽ ഒത്തിരിയേറെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് അതെങ്ങനെ നമുക്ക് സൂക്ഷിക്കാമെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇത് നമ്മൾ കഴുകുമ്പോൾ ഒരിക്കലും സ്റ്റീലിൻ്റെ ആ സ്ക്രബ്ബർ ഉപയോഗിച്ച് ഒരിക്കലും കഴുകരുത്. നമ്മൾ കഴുകുമ്പോൾ എപ്പോഴും ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം വെച്ച് മാത്രമേ നമ്മളിത് കഴുകാനായിട്ട് പാടുള്ളൂ. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ സോപ്പിൻ്റെ സൊല്യൂഷൻ ഒഴിക്കുമ്പോൾ ഒത്തിരി കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഒഴിക്കരുത്. വളരെ ലൈറ്റ് ആയിട്ടുള്ള കോൺസെൻട്രേഷനിലാണ് നമ്മളിത് കഴുകാനായിട്ട് ഇതെടുക്കാവും. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഇതിനകത്ത് സ്പൂണുകൾ ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും സ്റ്റീലിൻ്റെയോ ഇരുമ്പിൻ്റെയോ അങ്ങനത്തെ സ്പൂണുകളൊന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഈ ടൈപ്പ് സ്പൂണുകൾ അല്ലെങ്കിൽ തടിയുടെ സ്പൂണുകൾ അത് ഏതെങ്കിലുമാണ് നമ്മൾ ഈ പാത്രത്തിനകത്ത് ഉപയോഗിക്കാവുള്ളൂ. മറ്റേ സ്റ്റീലിൻ്റെ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ കോട്ടിങ് എല്ലാം ഇളകി പോരാനായിട്ടുള്ള ചാൻസ് കൂടുതലുണ്ട്. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിത് കുക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടത് കുക്ക് ചെയ്യരുത്. നമ്മൾ വേഗം കുക്കിങ് എളുപ്പമാകാൻ വേണ്ടിയിട്ട് നോൺ സ്റ്റിക്കിൽ കുക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യരുത്. ഇതിൽ ലോ അല്ലെങ്കിൽ മീഡിയം ആ ഫ്ലെയിമിൽ മാത്രമേ നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിനകത്തെ ആഹാര സാധനങ്ങൾ ഇതിനകത്ത് തന്നെ കീപ്പ് ചെയ്യരുത്. വേറൊരു പാത്രത്തിലേക്ക് അത് നമ്മൾ മാറ്റി വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ നമ്മളിത് കഴുകുമ്പോൾ നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷം ഉടനെ നമ്മളിത് കഴുകരുത്. കാരണം ഉടനെ കഴുകുമ്പോൾ ഇത് ഭയങ്കര ചൂടായിരിക്കും. പിന്നെ നമ്മൾ തണുത്ത വെള്ളത്തിൽ കഴുകുമ്പോൾ നമ്മുടെ ഈ കോട്ടിങ് പോകാനുള്ള ചാൻസ് ഒത്തിരി കൂടുതലുണ്ട്. ഇനി കഴുകി നമ്മൾ വെക്കുമ്പോൾ തന്നെയാണെങ്കിലും വേറെ എല്ലാ പാത്രങ്ങളും ഇരിക്കുന്നിടത്ത് അതിൻ്റെ ഇടയിലോട്ട് ഇതും കൂടെ വെക്കരുത്. കാരണം മറ്റു പാത്രങ്ങൾ ഇതിൽ ടച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ കോട്ടിങ് പോകാനുള്ള ചാൻസും ഉണ്ട്. ഇത്രയൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ നമുക്ക് ദീർഘകാലം കോട്ടിങ് പോകാതെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ.